യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൻ്റെ അവസാന ദിനമായ ഇന്ന് നമ്മൾ കണ്ടു മോണോ ആക്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കലാകാരനുണ്ട്, നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. പേരെന്താണ്? ഹരിഗോവിന്ദ്. ഓക്കെ, എത്ര നാളായി പ്രാക്ടീസ് ചെയ്യുന്നു? ഞാൻ 3ാം ക്ലാസ് തൊട്ടേ മോണാറ്റിൽ ഉള്ള ഒരാളാണ്. പിന്നെ കലോത്സവത്തിൽ കളിക്കുന്ന സമയത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് കേരളോത്സവത്തിൽ കളിച്ചാണ്. മുമ്പും ഇതുപോലെ മത്സരങ്ങൾക്ക് പങ്കെടുത്ത് പോയിട്ടുള്ള ആളാണോ? പോയിട്ടുണ്ട്, സ്റ്റേറ്റിലേക്കെല്ലാം പോയിട്ടുണ്ട്. 2 തവണ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഉണ്ടല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോതമംഗലത്ത് വന്നിട്ട് എങ്ങനെയുണ്ട്, എന്താണ് തോന്നുന്നത്, ഇഷ്ടപ്പെട്ടോ? അടിപൊളി തന്നെ, നല്ല രസമുണ്ട് വരാം. ഓക്കെ, അപ്പോൾ ആക്ടിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്തു. മുമ്പ് ആക്ടിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട്. ഞാൻ ക്യാമ്പുകളിൽ പോകാറുണ്ട്. പിന്നെ സിനിമാ ക്യാമ്പ് ഉണ്ട്, നാടക ക്യാമ്പ്, അത് പരിശീലിപ്പിക്കലുണ്ട്. ചെറിയ കുഞ്ഞു പിള്ളേർക്ക് പരിശീലിപ്പിക്കാൻ ഞാൻ ചെയ്യലുണ്ട്, ഡയറക്റ്റ് ചെയ്യലുണ്ട്. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡ്. കാസർഗോഡ് എന്നല്ലേ. ഓക്കെ, അപ്പം മോണോ ആക്ടിൻ്റെ തീം ഭയങ്കര എന്താ ഇപ്പോഴത്തെ സിഗ്നിഫിക്കൻ്റ് ആയൊരു തീമായിരുന്നു, അതിനെക്കുറിച്ച് എന്താ പറയാ? ഒന്നുമില്ല, നമ്മൾ ഇന്ത്യനെ കുറിച്ച് തന്നെയാണ് മോണാറ്റിലും പറയുന്നത്. 5 മിനിറ്റ് സംഭവങ്ങൾ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിച്ചിട്ടുണ്ട്. ചോർച്ചനെ കുറിച്ചിട്ട് തന്നെയാണ്, അതായത് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, പിന്നെ ബാങ്ക് ചോർച്ച, ഇന്ത്യയിലെ പൊതു അങ്ങനെയുള്ള എല്ലാ ചോർച്ചകളും പറയാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചെയ്ത് കാണിക്കാവോ? കൊമ്പൻ തമ്പുരാൻ തിരു മുന്നിൽ കുമ്പിട വേണം, കുമ്പിട്ട് കുനിഞ്ഞാലോ കൈക്കുമ്പിളിൽ കണ്ണീര് മാത്രം. ചോർച്ചേ ആടെ നോക്കുമ്പോ ഈട നോക്കുമ്പോ ആട. ഓ, ഈ ചോർച്ച കൊണ്ട് ഒരു രക്ഷയില്ല, ഒടുക്കത്ത മഴ. ഈ ചോർച്ചയിൽ എൻ്റെ കുഞ്ഞെങ്ങനെയാ പഠിക്കുക? വലിയ പരീക്ഷയല്ലേ വരുന്നേ, ആരോടാ ഇപ്പൊ പറയാ? ഓരോടൊന്ന് പറഞ്ഞു നോക്കാല്ലേ.